വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, എല്ലാവർക്കും ഹൈ പെർഫോമർ ആകാൻ സാധിക്കുമോ? ഈ ചോദ്യത്തിന് എൻ്റെ ഉത്തരം എല്ലാവർക്കും ഹൈ പെർഫോമർ ആകാൻ സാധിക്കുക ഇല്ല എന്നുള്ളതാണ്. കാരണം എന്നെ പല ആളുകൾ വിളിക്കുന്നുണ്ട്, CEO വിളിക്കുന്നുണ്ട്, നല്ല വിദ്യാഭ്യാസമുള്ളവർ വിളിക്കുന്നുണ്ട്, +2 മാത്രം പാസ്സായ വിളിക്കുന്നുണ്ട്, ബിസിനസ്സിൽ പരാജയപ്പെട്ടവർ വിളിക്കുന്നുണ്ട്, ഒപ്പം തന്നെ 45, 55 വയസ്സേ ആളുകൾ എന്നെ വിളിക്കുന്നുണ്ട്. ഈ പ്രായമോ വിദ്യാഭ്യാസമോ പണമോ നിങ്ങളുടെ പദവിയോ ഹൈ പെർഫോമൻസിന് ഒരു മാനദണ്ഡമല്ല. പക്ഷേ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ഹൈ പെർഫോമൻസ് ഈസ് എ മൈൻഡ് സെറ്റ്. ഞാൻ ഹൈ പെർഫോമർ ആകുമെന്നും ഹൈ പെർഫോമർ ആകാൻ മാത്രമേ എനിക്ക് കഴിയുകയുള്ളൂ എന്നുള്ള ആ മൈൻഡ് സെറ്റ്, അതാണ് ഹൈ പെർഫോമർ നിശ്ചയിക്കുന്നത്. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, എനിക്ക് ഹൈ പെർഫോമർ ആകണമെന്ന് ശക്തമായൊരു തീരുമാനമുണ്ടോ? ഒരു ബിലോ ആവറേജായി ജീവിക്കാൻ ഞാൻ തയ്യാറല്ല. എനിക്ക് എബോവ് ആവറേജായി എക്സലൻ്റായി ജീവിക്കാനാണ് ആഗ്രഹം. എന്നെ ചില ആളുകൾ കുറേ നാളുകളായി വിളിക്കാറുണ്ട്. അവരുടെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ അവർക്ക് പല രീതിയിൽ ഇൻകൺവീനിയൻസ് ഉള്ളതുകൊണ്ട് അവർക്ക് പേ ചെയ്യാൻ സാധിക്കുന്നില്ല. പക്ഷെ അവരെന്നെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കുറേ നാളുകളായി അവരെന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു +2 കഴിഞ്ഞ ഒരാളെന്നെ വിളിച്ചു, ഒരു 55 ഇയേഴ്സ് ആയിട്ടുള്ള ഒരാളെന്നെ വിളിച്ചു, ഒരു പോളിയോ ബാധിച്ച ഒരാളെന്നെ വിളിച്ചു. ഏകദേശം 6 മാസങ്ങളോളം അവരെന്നെ കോൾ ചെയ്ത ശേഷം ഞാൻ ഒരിക്കൽ അക്സെപ്റ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, അവരുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഹൈ പെർഫോമർ ആകുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഞാനും ഒരു കാലഘട്ടം വരെ ബിലോ ആവറേജ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത ആളായിരുന്നു. പക്ഷെ ഒരിക്കൽ തീരുമാനിച്ചു, ഞാൻ ഹൈ പെർഫോമർ ആകാൻ തീരുമാനിച്ച നിമിഷം ഇനി ഞാൻ ചെയ്യുന്നതെല്ലാം എബോവ് ആവറേജ് ആയിരിക്കണം. ഒരു ഹൈ പെർഫോമർ എന്ന നിലയിൽ മാത്രമായിരിക്കണം എൻ്റെ എഴുത്തുകൾ, എൻ്റെ സംസാരം, എൻ്റെ പ്രവൃത്തികളെന്ന് തീരുമാനിച്ചു. അതൊരു മൈൻഡ് സെറ്റാണ്. നിങ്ങൾക്കതിന് സാധിക്കുമോ? ഞാൻ ചെയ്യുന്ന മേഖലയിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഔട്ട്പുട്ട് കൊടുക്കാൻ സാധിക്കുക. ഈ മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ ഇതൊരു ന്യൂറോ മെക്കാനിസം കൂടിയാണ്, ബയോളജിക്കലായിട്ടുള്ള ആക്ടിവിറ്റി കൂടിയാണ്. ഞാൻ ഏറ്റവും നല്ലത് നൽകണമെന്ന് ആഗ്രഹിക്കുന്ന നിമിഷം അത് നമ്മിലേക്ക് പതിയെ പതിയെ അടുത്ത് വരികയാണ്. അതിനാണ് റെറ്റിക്കുലാർ ആക്ടിവേറ്റ് സിസ്റ്റം എന്നെല്ലാം പറയാറുണ്ട്, അതല്ലെങ്കിൽ മിറർ ന്യൂറോൺസ് എന്നെല്ലാം പറയാറുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തെ നമ്മിലേക്ക് അടുപ്പിക്കുന്ന ആ ഒരു മെൻറ്റാലിറ്റി, അതാണ് മൈൻഡ് സെറ്റ്. അതിന് റിച്ച് മൈൻഡ് സെറ്റ് എന്ന് പറയാറുണ്ട്, ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയാറുണ്ട്, ഹൈ പെർഫോമൻസ് മൈൻഡ് സെറ്റ് എന്ന് പറയാറുണ്ട്. ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് മാത്രമാണ് ഹൈ പെർഫോമർ ആകാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ വിദ്യാഭ്യാസമോ നിങ്ങളുടെ പണമോ നിങ്ങളുടെ ജെൻഡറോ നിങ്ങളുടെ ശാരീരിക പ്രകൃതിയോ നിങ്ങളുടെ സ്ഥാനമാനങ്ങളോ ഇതൊന്നും നിങ്ങളുടെ പെർഫോമൻസിനെ നിശ്ചയിക്കുന്ന ഫാക്ടർ അല്ല എന്ന് ഒന്നാമതായി മനസ്സിലാക്കുക. അതാണ് ഹൈ പെർഫോമൻസ് ഈസ് എ മൈൻഡ് സെറ്റ്. പണം എന്ന് പറയുന്നത് അത് ആകർഷിക്കണമെങ്കിൽ ഒരു മൈൻഡ് സെറ്റാണ്. അതുപോലെ തന്നെ പെർഫോമൻസ് എന്ന് പറയുന്നതും അത് ആകർഷിക്കണമെങ്കിൽ ഒരു മൈൻഡ് സെറ്റാണ്. നിങ്ങൾക്ക് ആ മൈൻഡ് സെറ്റ് ഉണ്ടാകണം. അതിനെയാണ് 2 തരത്തിലുള്ള മൈൻഡ് സെറ്റിനെ കുറിച്ച് പറയാറുണ്ട്, ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആൻഡ് ഫിക്സഡ് മൈൻഡ് സെറ്റ്. പല ആളുകൾക്കും ഒരു സാധാരണക്കാരനായി ജീവിച്ചാൽ മതി. ഫിക്സഡ് മൈൻഡ് സെറ്റ്, എൻ്റെ കൂട്ടുകാരെ പോലെ, എൻ്റെ സുഹൃത്തുക്കളെ പോലെ, എൻ്റെ അയൽവക്കക്കാരെ പോലെ, മറ്റുള്ളവരെ പോലെ ഒരു നോർമലായി ആവറേജായി ജീവിക്കാനുള്ള കൺഫേമിറ്റി എന്ന് പറയും, അനുരൂപത എന്ന് പറയും. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ഹൈ പെർഫോമർ ആകാൻ സാധിക്കില്ല. ലോകത്തിൽ വെറും 5% ആളുകൾ മാത്രമാണ് ഹൈ പെർഫോമേഴ്സ് ആയിട്ടുള്ളത് അവരുടെ മേഖലകളിൽ. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഹൈ പെർഫോമർ ആകാൻ താല്പര്യമുണ്ടോ? അത് ആകണമെന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടോ? എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കൊടുക്കുക. അതാണ് ഹൈ പെർഫോമൻസ് ഈസ് എ മൈൻഡ് സെറ്റ്. നിങ്ങൾക്ക് ഹൈ പെർഫോമർ ആകണമെങ്കിൽ നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ആ മൈൻഡ് സെറ്റിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഹൈ പെർഫോമൻസ് ഈസ് നോട്ട് ചീപ്പ്. വളരെ ഫ്രീ ആയി വളരെ എളുപ്പത്തിൽ നേടാൻ കഴിയുന്ന ഒന്നല്ല ഹൈ പെർഫോമൻസ്. യു ഹാവ് ടു ഇൻവെസ്റ്റ് ടു ബിക്കം എ ഹൈ പെർഫോമർ. നിങ്ങൾ പഠിക്കേണ്ടതായി വരും, നിങ്ങൾ പണം മുടക്കേണ്ടതായി വരും, നിങ്ങൾക്ക് മെൻറ്റേഴ്സിനെ കണ്ടെത്തേണ്ടതായി വരും, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായി വരും. വളരെ നിസ്സാരമായിട്ടുള്ള പണം കൊണ്ടോ എഫേർട്ട് കൊണ്ടോ ഒരു ഹൈ പെർഫോമർ ആകാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ എൻ്റെ അടുക്കൽ വരുന്നവരോട് പറയും, നിങ്ങൾക്ക് നാളെ ഒരു രാത്രി ഇരുട്ട് വെളുത്ത് കഴിയുമ്പോൾ നിങ്ങൾ ഹൈ പെർഫോമർ ആകുമെന്ന് വിചാരിക്കരുത്. ഇറ്റ്സ് നോട്ട് എ സ്പ്രിൻറ്റ്, ഇറ്റ്സ് എ മാരത്തോൺ. ഒരു മാരത്തോൺ ഓട്ടമാണ്. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് നോട്ട് ചീപ്പ് എന്ന് പറയുന്നത്. പല ആളുകൾ വിചാരിക്കും എനിക്ക് ഹൈ പെർഫോമർ ആകണമെന്ന് ആഗ്രഹമുണ്ട്, എൻ്റെ ബിസിനസ് വലിയ രീതിയിൽ ഗ്രോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എൻ്റെ പെർഫോമൻസ് ഇപ്പോഴത്തേക്കാൾ കൂടുതൽ 10 ഇരട്ടി വലുതാക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു ഫീസ് ചോദിക്കുമ്പോൾ ഈ ഫീസ് കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ പ്രോസസ്സിൽ വിശ്വാസമില്ല. ഞാൻ ഇപ്പോഴത്തെ ഇൻകത്തിൽ നിന്ന് 10 ഇരട്ടി ഇൻകം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആൾ അതിന് ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാകണം. ഞാനും ധാരാളം ആയി എൻ്റെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നയാളാണ്. ടെക്നോളജിയിൽ, വായിക്കുന്ന പുസ്തകങ്ങളിൽ, അറ്റൻഡ് ചെയ്യുന്ന കോഴ്സുകളിൽ, ഇതെല്ലാം ധാരാളം ഇൻവെസ്റ്റ് ചെയ്താണ് ഞാൻ ഹൈ പെർഫോമറായി മാറുന്നത്. നിങ്ങളും അതിന് തയ്യാറെടുക്കണം. ഒരിക്കലും ഒരു ഫ്രീ ലഞ്ച് അല്ല
ഹൈ പെർഫോമൻസ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇത് പറയുന്നൊരു മനോഹരമായ പ്രിൻസിപ്പിളാണ് 72 hours പ്രിൻസിപ്പിൾ. നിങ്ങൾ ഹൈ പെർഫോമർ ആകാൻ ആഗ്രഹിച്ച് ആ തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് മണി ആക്ഷൻ 72 hours നടത്തണമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു 80% സമയവും ചിന്തിക്കുക, ആലോചിക്കുക, തീരുമാനമെടുക്കുക. തീരുമാനമെടുത്താൽ വിത്തിൻ 72 hours നിങ്ങളുടെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് ആക്ഷനിലേക്ക് പോവുക. അവിടെയാണ് ഹൈ പെർഫോമൻസിൻ്റെ സക്സസിൻ്റെ ഏറ്റവും ആദ്യത്തെ മന്ത്രം. ഹൈ പെർഫോമൻസ് ഈസ് നോട്ട് ചീപ്പ്. നിങ്ങൾ ചീപ്പായി പണം കൊടുത്ത് വളരെ കുറഞ്ഞ പണത്തിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്ത് ഹൈ പെർഫോമർ ആകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഹൈ പെർഫോമർ ആകുകയില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. എന്തുകൊണ്ടാണ് ആളുകൾ വളരെ ഉയർന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ പഠിക്കാൻ പോകുന്നത്? IIM, IIT, കേംബ്രിഡ്ജ്, ഹാർവേഡ്, ഓക്സ്ഫോർഡ് ഇങ്ങനത്തെ യൂണിവേഴ്സിറ്റികളൊക്കെ വളരെയധികം പണം കൊടുത്ത് പഠിക്കാൻ പോകുന്നത് എന്താണ്? ദേ വാണ്ട് എക്സലൻസ്, ദേ വാണ്ട് ടു ബിക്കം ഹൈ പെർഫോമേഴ്സ്. നിങ്ങൾ ഹൈ പെർഫോമർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചീപ്പായി വളരെ കുറഞ്ഞ ചിലവിലും കുറഞ്ഞ അധ്വാനത്തിലും ഷോർട്ട് കട്ടിലും ഹൈ പെർഫോമർ ആകാമെന്ന് ചിന്തിക്കരുത്. ഇറ്റ് ഈസ് നോട്ട് ചീപ്പ്. ഇതാണ് ഹൈ പെർഫോമർ ആകാൻ ആഗ്രഹിക്കുന്ന ആളുടെ രണ്ടാമത്തെ കാര്യം. ഹൈ പെർഫോമൻസ് എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആണെന്ന് അവർ മനസ്സിലാക്കുകയാണ്. നാലാമത്തെ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഹൈ പെർഫോമൻസ് റിക്വയർസ് എ സിസ്റ്റം. നിങ്ങളത് മനസ്സിലാക്കിയിരിക്കണം. കാരണം ലോകത്തിലെല്ലാവർക്കും ഒരേപോലെ സമയം ലഭിക്കുന്നു. കുറേ അധികം കാര്യങ്ങളെല്ലാം റിസോഴ്സസ് എല്ലാം എല്ലാവർക്കും ഒരേപോലെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് കുറേ ആളുകൾ മാത്രം വിജയിക്കുന്നത്, കുറേ ആളുകൾക്ക് വിജയിക്കാൻ സാധിക്കാത്തത്? ഒരേ ക്ലാസ്സിൽ, ഒരേ സ്കൂളിൽ, ഒരേ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ചില ആളുകൾ വിജയിക്കുന്നു, ചില ആളുകൾ വിജയിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ എക്സ്പെൻസ് എല്ലാം സ്പെൻഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ കോഴ്സിനോ കോച്ചിങ്ങിനോ സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന കാര്യമാണ് സിസ്റ്റം. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഏകദേശം 16ഓളം പുസ്തകങ്ങൾ എഴുതിയ ആളാണ്, അല്ലെങ്കിൽ ഏകദേശം 1500ഓളം വീഡിയോകൾ ചെയ്ത ആളാണ്. എന്തുകൊണ്ടാണ് ആ സിസ്റ്റം എനിക്ക് നടപ്പാക്കാൻ സാധിച്ചത്? അല്ലെങ്കിൽ എല്ലാ ദിവസവും ഞാൻ ജിമ്മിൽ പോകുന്നു, എല്ലാ ദിവസവും ഞാൻ എൻ്റെ പുസ്തകങ്ങൾ വായിക്കുന്നു, പുസ്തകങ്ങൾ എഴുതുന്നു. കാരണം എന്നോട് ആരും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എന്താണ് എൻ്റെ ഹൈ പെർഫോമൻസിൽ ചെയ്യേണ്ടതെന്ന്. ഒരു പബ്ലിഷർ ആകുക, നല്ലൊരു എഴുത്തുകാരനാകുക, നല്ലൊരു കോച്ചാകുക, നല്ലൊരു പ്രഭാഷകനാകുക എന്നുള്ള എൻ്റെ ലക്ഷ്യത്തിന് സഹായിക്കുന്ന ആ കാര്യത്തെ ഞാൻ സിസ്റ്റമൈസ് ചെയ്തിരിക്കുകയാണ്. എന്തെല്ലാമാണ് വായിക്കേണ്ടത്, എപ്പോഴാണ് വായിക്കേണ്ടത്, എങ്ങനെയാണ് അത് മോണിറ്റർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് റിവ്യൂ ചെയ്യേണ്ടത്. ഈ സിസ്റ്റം എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ എനിക്ക് അത് നന്നായി ചെയ്യുവാനായിട്ട് സാധിക്കും. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഇത് തന്നെയാണ്. നിങ്ങൾ ഹൈ പെർഫോമർ ആകണമെന്ന് ആഗ്രഹമുണ്ട്, റിച്ച് ആകണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങൾ ബിസിനസ് വലുതാക്കണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങളുടെ മേഖലയിൽ ഏറ്റവും എക്സലൻസ് ആകണമെന്ന് ആഗ്രഹമുണ്ട്, ഒരു പരീക്ഷ പാസ്സാകണമെന്ന് ആഗ്രഹമുണ്ട്, നല്ല ജോലി കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതിന് സിസ്റ്റം നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. സിസ്റ്റം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണ്? സിസ്റ്റം ഉണ്ടെങ്കിൽ അത് ഓട്ടോമേറ്റഡ് ആണ്. ഞാൻ പറഞ്ഞു, പല്ല് തേക്കാൻ ആരും നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ, ലഞ്ച് കഴിക്കാൻ, ഡിന്നർ കഴിക്കാനോ നിങ്ങളെ ആരും ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇറ്റ് ഈസ് ഓട്ടോമേറ്റഡ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് യുവർ സിസ്റ്റം. അതുപോലെ തന്നെ ഹൈ പെർഫോമർ ആകാനായിട്ട് ഒരു സിസ്റ്റം ആവശ്യമാണ്. 99% ആളുകളും പരാജയപ്പെടുന്ന ഇവിടെയാണ്. അവർക്കൊരു സിസ്റ്റം ഇല്ല. നിങ്ങൾക്ക് സിസ്റ്റം ഉണ്ടോ? ഇല്ലെങ്കിൽ സിസ്റ്റം ബിൽഡ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. എല്ലാവരും പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നവരാണ്, എല്ലാവരും മാറ്റിവെക്കുന്നവരാണ്, എല്ലാവരും മടിയന്മാരാണ്. അങ്ങനെ ഉള്ള മടിയെ മാറ്റുവാൻ, അങ്ങനെയുള്ള പ്രോക്രാസ്റ്റിനേഷനെ നാളെ ചെയ്യാം, പിന്നെ ചെയ്യാം എന്നതിനെ മാറ്റാൻ സഹായിക്കുന്ന ഒരു ഓട്ടോമേറ്റഡ് പ്രക്രിയയാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ചിന്തിക്കുക, നിങ്ങൾക്ക് വലിയ ഗോൾ ഉള്ള ആളാണെങ്കിൽ, വലിയ ലക്ഷ്യമുള്ള ആളാണെങ്കിൽ, ഹൈ പെർഫോമർ ആകാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ആ സിസ്റ്റം ബിൽഡ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അഞ്ചാമത്തെ കാര്യം ഞാൻ അനിഷേധ്യം പറയുന്ന കാര്യമാണ്. ഹൈ പെർഫോമർ നീഡ്സ് എ മെൻറ്റർ. ഞാൻ ഒരു ചോദ്യം ചോദിക്കാം, നിങ്ങൾ ഹൈ പെർഫോമർ ആണോ? ആണെങ്കിൽ ഞാൻ നിങ്ങളൊന്നും പറയുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഹൈ പെർഫോമർ ആകാൻ സാധിക്കാത്തത്? നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുന്നില്ല. ദാറ്റ് മീൻസ് യു നീഡ് എൻ എക്സ്റ്റേണൽ സപ്പോർട്ട്, യു നീഡ് എൻ എക്സ്റ്റേണൽ ഗൈഡൻസ്. എക്സ്റ്റേണൽ ഗൈഡൻസ് എന്ന് പറയുമ്പോൾ ഹൈ പെർഫോമർ ആയിട്ടുള്ളയാളോ, ഒന്നുകിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖലയിൽ ഹൈ പെർഫോമർ ആയിട്ടുള്ള ഒരാളെ കണ്ടെത്തി അയാളോട് ചോദിക്കാം. പക്ഷെ ചിലപ്പോൾ അവർക്കത് നിങ്ങളെ സഹായിക്കാൻ കഴിയണമെന്നില്ല. കാരണം അവർക്ക് അവരുടേതായ പ്രയോറിറ്റികളുണ്ട്. അവർ ഹൈ പെർഫോമർ ആകാൻ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതല്ലെങ്കിൽ ഹൈ പെർഫോമർ ആയിട്ടുള്ള ചെയ്യുന്ന ആളുകളെ, ഹൈ പെർഫോമൻസ് കോച്ചിങ് നൽകുന്ന ആളുകൾ നിങ്ങൾക്ക് സമീപിക്കാം. ഞാൻ അതാണ് ചെയ്യുന്നത്. കാരണം ഞാൻ ഒരു മേഖല തിരഞ്ഞെടുത്തു, ആ മേഖലയിൽ ഹൈ പെർഫോമർ ആകാൻ സാധിച്ചു. അത് ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്ത ഒരു സിസ്റ്റമാണ്. 1000ഓളം പുസ്തകങ്ങൾ ഞാൻ വായിച്ചു മനസ്സിലാക്കി. നിരന്തരം രാവിലെ 4 മുതൽ വൈകിട്ട് 10 വരെ സമയങ്ങളിൽ വായിക്കുകയും ചർച്ച ചെയ്യുകയും മീറ്റിംഗ് നടത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പ്രാക്ടീസ് ചെയ്ത ആ റോബോ സിസ്റ്റം 100% വർക്ക് ചെയ്യുന്ന സിസ്റ്റമാണ് ഞാൻ ആളുകളെ പഠിപ്പിക്കുന്നത്. ആ ആളുകൾക്ക് ഉണ്ടാകുന്ന മാറ്റമാണ് എൻ്റെ മോട്ടിവേഷൻ. അവരിലുണ്ടാകുന്ന ചേഞ്ചാണ് എനിക്ക് എൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്.
7 ദിവസം മുതൽ 21 ദിവസത്തിനുള്ളിൽ വലിയ മാറ്റങ്ങളുടെ തുടക്കം ഉണ്ടാക്കുവാനായിട്ട് എനിക്ക് എപ്പോഴും സാധിക്കാറുണ്ട്. നിങ്ങൾക്ക് ആ സിസ്റ്റം അഡോപ്റ്റ് ചെയ്ത് ഒരു മെൻറ്ററിലൂടെ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങളുടെ എക്സ്പേർട്ടാണെങ്കിൽ നിങ്ങൾക്ക് മെൻറ്ററുടെ ആവശ്യമില്ല. പക്ഷേ നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ, ഇപ്പോഴും പെർഫോമൻസിൻ്റെ ആദ്യപടികൾ വെക്കാത്ത ആളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊരു മെൻറ്ററുടെ ആവശ്യം വളരെ കൂടുതലാണ്. ഒരു ഓൺട്രപ്രണർ ആണെങ്കിൽ, ഒരു പ്രൊഫഷണൽ ആണെങ്കിൽ, ഒരു വീട്ടമ്മയാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും വളരുവാൻ സാധിക്കും. 6ാമത്തെ കാര്യം, ഹൈ പെർഫോമൻസ് നീഡ്സ് പേഷ്യൻസ്. ഒരിക്കലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒറ്റ രാത്രി കൊണ്ട് ആർക്കും ഹൈ പെർഫോമർ ആകാൻ സാധിക്കില്ല. പല ആളുകളെയും കണ്ടിട്ടുണ്ട്, വളരെ കഴിവുള്ള, വളരെ സ്കില്ലുള്ള, എഫിഷ്യൻ്റായ ആളുകൾ പല കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ 2 ദിവസം കഴിയുമ്പോൾ, 2 മാസം കഴിയുമ്പോൾ, 3 മാസം കഴിയുമ്പോൾ, 1 വർഷം കഴിയുമ്പോൾ അവരുടെ ട്രാക്ക് അവർ മാറ്റുകയാണ്. എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു ബിസിനസ്മാൻ ആയിരിക്കും, നാളെ ഒരു ട്രെയിനർ ആയിരിക്കും, പിറ്റേ ദിവസം മെൻറ്റർ ആയിരിക്കും, പിറ്റേ ദിവസം എഴുത്തുകാരനായിരിക്കും, പിറ്റേ ദിവസം ജോലിക്കാരനായിരിക്കും. ഇല്ല, നിങ്ങൾക്ക് ഹൈ പെർഫോമർ ആകാനായിട്ട് സാധിക്കില്ല. കാരണം റിസൾട്ട് എന്ന് പറയുന്നത് പതിയെ ഉണ്ടാകുന്ന കാര്യമാണ്. പക്ഷെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ടെന്ന്. അതിനാണ് ഞാൻ പറയുന്നത് ഹൈ പെർഫോമൻസ് നീഡ്സ് പേഷ്യൻസ്. ക്ഷമ ആവശ്യമാണ്. ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും, പക്ഷേ അത് ശാശ്വതമല്ല. പെട്ടെന്നല്ല വ്യത്യാസം ഉണ്ടാകുന്നത്, പതിയാണ് വ്യത്യാസം ഉണ്ടാകുന്നത്. ഇപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒക്കെ കോച്ചിങ് നടത്തുന്നവർ പലരും പല രീതിയിൽ ആളുകളെ വശീകരിക്കും. നിങ്ങൾക്ക് നാളെ ഇന്ന BMW കാറ് വാങ്ങാം, അല്ലെങ്കിൽ 1 കോടി രൂപ ഉണ്ടാക്കാം, സ്വപ്ന ഭവനം സ്വന്തമാക്കാം. ഇതൊന്നും പ്രായോഗികമായ കാര്യമല്ല. ഞാനത് സബ്സ്ക്രൈബ് ചെയ്യുകയുമില്ല. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്ത, പഠിച്ച, ഇംപ്ലിമെൻറ്റ് ചെയ്ത, മനസ്സിലാക്കിയ കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞു തരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ക്ഷമയോടുകൂടി ആ സിസ്റ്റത്തെ, ആ മെൻറ്ററെ ഫോളോ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണമെന്നുള്ളതാണ് ഹൈ പെർഫോമൻസിൻ്റെ ഒരു ഗോൾഡൻ റൂൾ. 7ാമത്തതും അവസാനത്തുമായ കാര്യം ഈ മേഖലയിൽ പറയുകയാണ്, ഹൈ പെർഫോമൻസ് നീഡ് ഹൈ സെൽഫ് അവെയർനെസ്. നിങ്ങളെക്കുറിച്ച് എത്രമാത്രം അറിവ് നിങ്ങൾക്കുണ്ടോ, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ടാണ് പലരും റോങ് ആയുള്ള മേഖലയിൽ പോയി കൈവയ്ക്കുന്നത്? കാരണം അവർക്കറിയില്ല എനിക്കിത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ അല്ലയോ. അപ്പോൾ എൻ്റെ കൺസൾട്ടേഷനിലെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കസ്റ്റമർ ക്ലാരിറ്റി റിപ്പോർട്ടാണ്, അല്ലെങ്കിൽ ക്ലയൻറ്റ് ക്ലാരിറ്റി റിപ്പോർട്ട്. ഫോർ എക്സാമ്പിൾ, എൽദോ എന്ന് പറയുന്ന, ജേക്കബ് എന്ന് പറയുന്ന, രാജൻ എന്ന് പറയുന്ന, സ്മിത എന്ന് പറയുന്ന ഒരാളാണ് എൻ്റെ ക്ലയൻ്റ് എങ്കിൽ ആ ആളുടെ പേരിൽ ഞാനൊരു ക്ലാരിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കും. നിങ്ങൾ ഏത് മേഖലയിലാണ് വർക്ക് ചെയ്യേണ്ടത്, അവിടെ നിന്ന് എങ്ങോട്ടാണ് പോകേണ്ടത്, ഇപ്പോഴുള്ള നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ്, നിങ്ങളുടെ ഇമോഷൻസ്, ഫീലിങ്സ്, മൈൻഡ് സെറ്റ്, ഇതെല്ലാം എന്താണ്, നിങ്ങളുടെ ഒബ്സ്റ്റക്കിൾസ് എന്താണ്, ഇതെല്ലാം മനസ്സിലാക്കിയ ശേഷം നിങ്ങൾക്കൊരു ക്ലാരിറ്റി നൽകുകയാണ്. ഏത് മേഖലയിലാണ് നിങ്ങൾ പെർഫോം ചെയ്യേണ്ടത്. ഏറ്റവും അധികം ആളുകൾ എന്നോട് ചോദിച്ച ചോദ്യമാണ്, സാർ ഞാൻ ഏത് മേഖലയിലാണ് വർക്ക് ചെയ്യേണ്ടത്, എൻ്റെ ലൈഫിൻ്റെ പർപ്പസ് എന്താണ്, കുറേ കാര്യങ്ങൾ ട്രൈ ചെയ്തു, വർക്കാകുന്നില്ല. തീർച്ചയായും വർക്കാകും. നിങ്ങൾക്കൊരു ക്ലാരിറ്റി വേണം. അതിനാണ് സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഹൈ പെർഫോമൻസ് നീഡ്സ് സെൽഫ് അവെയർനെസ്. എൻ്റെ കഴിവെന്താണ്, എനിക്ക് ബ്രൈറ്റ് ആകാൻ കഴിയുന്ന, തിളങ്ങാൻ കഴിയുന്ന മേഖല എന്താണ്, എനിക്ക് ചെയ്യാൻ കഴിയാത്തത് എന്താണ്, ചെയ്യാൻ കഴിയുന്നത് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങൾ ഗ്രോ ചെയ്യാൻ സാധിക്കുന്നത്. ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. യു ക്യാൻ അച്ചീവ് 10x ഗ്രോത്ത്. യു ക്യാൻ ഓൾസോ ബിക്കം എ ഹൈ പെർഫോമർ. ഒരു കാര്യം കൂടി പറയാം, നിങ്ങളെ സഹായിക്കാൻ എനിക്ക് കഴിയുമെന്ന് 100% ഉറപ്പാണ്. നിങ്ങൾ താഴെ ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൾ ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാം. നിങ്ങളെ ഹൈ പെർഫോമർ ആക്കുക എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. നിങ്ങളെ മാത്രമല്ല, നിങ്ങളെന്ന് പറഞ്ഞ് ഞാൻ അടുത്ത വർഷം 30 പേരെയാണ് ഹൈ പെർഫോമൻസ് കോച്ച് ബാച്ചിലേക്ക് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് എൻ്റെ ഒറ്റ മാനദണ്ഡം മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് എത്രമാത്രം ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റായി, സ്മാർട്ടായി, ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് സിസ്റ്റം ഫോളോ ചെയ്യാൻ സാധിക്കുമോ? ഈ ഒരു 2 ലെവൽ ഓഫ് ഫിൽറ്ററിങ് പ്രോസസ്സ് നടത്തും. ഒന്ന്, നിങ്ങൾ ഇതിന് എലിജിബിൾ ആണോ എന്ന് ഞാൻ പറഞ്ഞ 7 കാര്യങ്ങൾ നിങ്ങൾ എലിജിബിൾ ആണോ. 2, നിങ്ങൾക്ക് ഇത് ചെയ്യാനുള്ള ഹാർഡ് വർക്ക് ചെയ്യാനുള്ള കമ്മിറ്റ്മെൻ്റ് ഉണ്ടോ. തീർച്ചയായും നിങ്ങൾക്ക് ഹൈ പെർഫോമർ ആകാൻ സാധിക്കും. അതിന് സാധിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്.